രാജ്യാന്തര അവയവ കച്ചവട മാഫിയ കൊച്ചി വഴിയും മനുഷ്യക്കടത്ത് നടത്തിയതായി സൂചന. ഉത്തരേന്ത്യക്കാരടക്കമുള്ള ഇരകളിൽ ചിലരെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇറാനിലേക്ക് എത്തിച്ചതായാണ് കരുതുന്നത്. അവയവ കച്ചവട മാഫിയയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ക്ലിനിക്കുകളിലേക്കും അന്വേഷണം. അവയവ കച്ചവട മനുഷ്യക്കടത്ത് മാഫിയയുടെ മുഖ്യകണ്ണിയായ സാബിത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ബംഗളൂരു, ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിലൂടെയാണ് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടന്നിരുന്നതെന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയും മനുഷ്യക്കടത്ത് നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. 20 പേരെയാണ് കടത്തിയതെന്നാണ് സാബിത്ത് നൽകിയ മൊഴി. ഇതിൽ 19 പേരും ഉത്തരേന്ത്യക്കാരാണ്. ഇറാനിലെ സ്വീകർത്താക്കളിൽ നിന്ന് 60 ലക്ഷം രൂപ വരെ കമ്മീഷനായി വാങ്ങിയ ശേഷം 6 ലക്ഷം രൂപയായിരുന്നു ഇരകൾക്ക് നൽകിയിരുന്നത്. ഇറാനിൽ അവയവ കൈമാറ്റം നിയമവിധേയമാണെന്ന് പറഞ്ഞായിരുന്നു ആളുകളെ കൊണ്ടുപോയിരുന്നത്. എന്നാൽ നിയന്ത്രണങ്ങളോടെയുള്ള അനുമതി മാത്രമാണ് ഇവിടെയുള്ളത്. ഇതിനിടെ സാബിത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. അവയവ കച്ചവട മാഫിയയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചു നൽകിയ ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ജനം, കൊച്ചി.